ഹായ് ഗൈസ്. ഞാൻ മുടി കെട്ടിയപ്പോ ലുക്കായില്ലേ? ലുക്ക് കറക്റ്റ് ഹനുമാൻ കൈൻഡ് ലുക്ക് ഉണ്ട്. അതിനകത്ത് കൈൻഡ് മാറ്റിയാ മതി. ഹനുമാൻ അത്ര മതി. രമേശ് ബ്രോ താങ്ക് യു സോ മച്ച് 36.99. ശ്രീലൈറ്റ് ബ്രോ താങ്ക് യു സോ മച്ച് 20. കിങ്സ് ബ്രോ താങ്ക് യു സോ മച്ച് 40 ബ്രോ. വാട്സപ്പ് ഇപ്പൊ നോക്കാൻ പറ്റത്തില്ല, ഹാങ്ങാണ്. ഇവിടെ ലൈവില് ഞാൻ പറയാം ഇന്നോട്ട് ഗൈസ്, ഇന്നോട്ട് ഇതുമാതിരി ഇങ്ങനത്തെ കെണ്ട കോമഡികൾ ലൈവിൽ ഇല്ല കേട്ടോ. പ്രോത്സാഹിപ്പിക്കില്ല. ഇല്ല, ഇങ്ങനത്തെ കോമഡികൾ ലൈവിലില്ലേ. എന്നാ ആവീസ് വാവക്കുട്ടൻ സുഖമായിട്ടിരിക്കുന്നു ബ്രോ, സുഖമായിട്ടിരിക്കുന്നു. ലൈവിൽ കാണിക്കാൻ പറ്റത്തില്ല, അവളുടെ വീട്ടിലെ കുഞ്ഞുവാവ. അവളുടെ വീട് ഇവിടുന്ന് ഏകദേശം അറിയാലോ, നിങ്ങൾക്കറിയാം, ഒരു 100-120 കിലോമീറ്റർ അപ്പുറത്താണ് അവളുടെ വീട്. അപ്പോൾ അവളുടെ അടുത്താ കുഞ്ഞുവാവ. നമ്മൾ ഈ 28 കെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കണേ ഗൈസ്? ഏതോ കൂതറ വോഡ്ക ഇവിടെ എങ്ങാണ്ട് ഇരുന്നത് എടുത്തു വെച്ച് കുടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കുറച്ച് മുമ്പ് തൊട്ടേ. എനിക്ക് അറിഞ്ഞൂടെ ഇവന്റെ പ്രശ്നം എന്താണെന്ന്. ഞാൻ പച്ചയാ. അതെ അതെ അതെ, ഇനി അതുകൂടെ കൊണ്ടോണ്ട എക്സസൈസ് കൊണ്ടുപോകണ്ടേ. പറഞ്ഞതുപോലെ ഈഗിൾ ജൂനിയർ 5090 700K വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച്. ക്രിസ്ത്യാനോ താങ്ക് യു സോ മച്ച് 40. ഹായ് അണ്ണാന്ന്. ഹായ് ക്രിസ്ത്യാനോ അണ്ണ. കൺഗ്രാറ്റ്സ് ഫോർ ദ ബേബി ന്യൂ PC and 700K. അയ്യോ താങ്ക് യു ഗൈസ്, താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. URL വിത്ത് വാവയോ? URL IRL URL ആരാത്? അവന്റെ പേരെന്തിന്? ലിങ്ക് പേസ്റ്റ് ചെയ്യണോ? കുഞ്ഞിന്റെ ലിങ്ക് ലൈവിൽ പേസ്റ്റ് ചെയ്താൽ മതിയോ? എടാ മിണ്ടായിടാ, നീ കിണ്ടിയാടാ പോവേ. ഇത് കണ്ടാ ആൽബിൻ URL വിത്ത് വാവ. കുഞ്ഞിന്റെ ലിങ്ക് ലൈവിൽ പേസ്റ്റ് ചെയ്യാം. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കണ പോവേ? പിന്നെ എന്ത് പറയാനാ ഇതൊക്കെ? അണ്ണാ ബോബ് എന്താണ് മനുഷ്യൻ. നീ എന്താണ് ഇങ്ങനെ? പിന്നെ എന്ത് പറയാനാ? അണ്ണാ മൈ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ഇൻ യൂട്യൂബ് ഫോർ ഈഗിൾ ആൻഡ് ജൂനിയർ മിസ് യു അലോട്ട്. അണ്ണാ കൺഗ്രാറ്റ്സ് അണ്ണാ. 700K ബെസ്റ്റ് അണ്ണാ. ഏടാ എന്താടാ എന്നെ ആരും വിളിക്കരുത്. ബ്രോ താങ്ക് യു സോ മച്ച് ആക്കി. ലൈവിൽ 700K അടിക്കാൻ അൺസബ് ആക്കി സബ് ആക്കിയാലോ? അയ്യോ ഇനി വേണ്ട ശരത് ബ്രോ, അത് ഇങ്ങനെ പോട്ടെ. അണ്ണാ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ്. കോൺഗ്രസിന്റെ ഈര കോളേജ് പ്രോഗ്രാം തീരായിരുന്നു ബ്രോ. കോൺഗ്രസ് ഒന്ന് BJP ബ്രോ. ഞങ്ങൾ ലൈവ് കേട്ടാ, എനിക്ക് ആ ഫ്ലോ പോയി. അയ്യോ, ഞങ്ങള് ഫാമിലിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാ. അച്ഛൻ ലൈവിന്റെ പ്രശ്നമേ പ്ലീസ്. എന്റെ ഫ്ലോ പോയിരിക്കും, എന്നെ സമ്മതിക്കണില്ല. എന്നെ ആക്റ്റീവ് അല്ലാത്ത കെവിനെ പോലുള്ളവരെ എടുത്തു കളാ. 40 സൂപ്പർ ചാറ്റ്. കെവിന്റെ അച്ഛനാണ്. വേരിഫൈഡ് മോഹൻലാൽ. എന്താ മോനെ? താങ്ക് യു സോ മച്ച് 100. അണ്ണാ വോഡ്കയാണോ അതോ വാറ്റാണോ? എടാ എനിക്കറിഞ്ഞോ, ഞാൻ പുറത്തു പോയി കരുതിയാ പുറത്തു പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ. എന്റെ പൊന്നു. കൺഗ്രാറ്റ്സ് ഫോർ 700K. TV വന്നു കണ്ടില്ല, വീട്ടിൽ വന്നു കണ്ടില്ല, കാണാൻ വരുമെന്ന് പറഞ്ഞ വന്നില്ല, എന്നെ പറ്റിച്ചു. പവിൻ ബ്രോ രാവിലെ പോയതാ, ഞാൻ കുറച്ചു മുമ്പാ ഞാൻ എത്തിയത്. പവിൻ ബ്രോ ഞാൻ ഇന്ന് ആകെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? അണ്ണാ ഈ ചിരി കണ്ടിട്ട് കുറെ ആയി ലൈവ് എപ്പോഴും കാണില്ലേ. ക്യൂട്ടി പൈൻ കുഞ്ഞാവ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എമ്പുരാൻ ട്രെയിലർ. ഓക്കെ, എമ്പുരാൻ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ വന്ന ദിവസം തന്നെ അണ്ണനെ വിളിക്കണോ? ആന്റണി വിളിക്കണ്ട. വന്ന ദിവസം തന്നെ തിരിച്ചു വിടാനുള്ള ഒരു പരിപാടി. അതല്ലേ നിന്റെയൊക്കെ ഇതല്ലേ. റാസി താങ്ക് യു സോ മച്ച് 85. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. എല്ലാ സന്തോഷ കാര്യങ്ങളും ഒരുമിച്ച്. എൻ്റെ ഏറ്റവും വലിയ, അതായത് ഗൈസ് സത്യം പറയാലോ, എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞങ്ങള് 5090 വാങ്ങിക്കുന്ന അതേ ദിവസം ആ കൈ കൊണ്ട് തന്നെ കുഞ്ഞുവാവെ മേടിക്കാൻ പറ്റി. അസ ഒരു ഗെയിമർ എനിക്കത്
ഒരു ഗെയിമിംഗ് സ്ട്രീമർ അല്ലെ ഒരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതായത് അവളുടെ ഡെലിവറി പറഞ്ഞ ഡേറ്റിലല്ല ഡെലിവറി നടന്നത്. നമ്മുടെ PC കറക്റ്റ് 1590 PC എൻ്റെ കയ്യിൽ കിട്ടിയ അതേ ദിവസം ഓൺ ദ സെയിം ഡേ തന്നെ വൈകുന്നേരം ആയപ്പം എനിക്ക് എൻ്റെ കുഞ്ഞാവെ എൻ്റെ കയ്യിൽ കിട്ടി. അതെനിക്കൊരു ഭയങ്കര സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കുറേ പേര് കുഞ്ഞാവയുടെ കാര്യം അത് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവ ഇപ്പോൾ അവിടെയാണ്, 28 കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. താങ്ക് മീ എന്ന് കേട്ടോ ക്യൂട്ടിഫൈ. അവിടെ ഡേറ്റ് നോക്കി ഡെലിവറി ചെയ്ത് തന്നെനിക്ക്. അപ്പൊ ദാറ്റ് വാസ് എ ജാക്ക് പോട്ടത്. അതെ 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 അതെ. പിന്നെ അപ്പൊ ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങളൂടെ പറഞ്ഞങ്ങ് നിർത്താം. എന്നുവെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ആർപ്പി കയറാം. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്കറിയാം TV-യിലെ 2-3 പ്ലേയേഴ്സിനെ നമ്മൾ TV-യിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി, അത് പറയണം. കാരണം നാളെ ഓരോ ഗ്യാങ്ങിലിരിക്കുന്ന ഓരോരുത്തന്മാരുടെ വായിൽ നിന്ന് കേട്ട് നമ്മുടെ പ്ലേയേഴ്സിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയുകയാണ്. മെയിനായിട്ട് ആദ്യം ഇവൻ്റെ കാര്യം പറയാം. വില്ലിയുടെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം. വില്ലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾ അവനെ റിക്രൂട്ട്മെന്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു രീതിയിലുള്ള ആക്റ്റീവ്നെസ്സും നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗ്യാങ്ങുമായിട്ട് ഒരാളുമായിട്ടും ഈ പറയണത് പോലെ ഡിസ്കോഡിൽ വന്നിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവന് ടൈമില്ല. അതായത് അവന് ബാക്കി വേറെ കുറേ കാര്യങ്ങളിലോട്ടേക്ക് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത്. നമ്മളത് കുറേ വട്ടം പറഞ്ഞു, എടാ ആക്റ്റീവ് ആവ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറേ വട്ടം അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലിയെ നമ്മൾ എടുത്ത് കളഞ്ഞത്. മനുസോമൻ ബ്രോ താങ്ക് യു സോ മച്ച്. PLN10 ആൻഡ് ബാലൻ വീഡിയോ കാണാം. ഹായ് ഈഗിൾ ബ്രോ, വെൽക്കം ബാക്ക്. ഈഗിൾ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 100 ബ്രോ. സോയർ വിസാഡ് ബ്രോ താങ്ക് യു സോ മച്ച് 200 വെൽക്കം. അപ്പൊ അതുകൊണ്ടാണ് അവനെ എടുത്ത് കളഞ്ഞത് മെയിനായിട്ട്. രണ്ടാമത്തെ റീസൺ അമ്പത്തൂരിന്റെയും പപ്പടത്തിന്റെയും റീസൺ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിന്റെ പേര്, അതായത് ഗ്യാങ്ങിന്റെ പേര് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ടൈറ്റിലിട്ട് അവരെ ഒഫീഷ്യലി പുറത്താക്കിയത്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം എന്തോന്ന് പറഞ്ഞുതരാം. അമ്പത്തൂരിന്റെയും ഈ പറയണ വജീറ്റയുടെ ഒക്കെ പേരിൽ ഇതെന്താ നെറ്റ് പോയോ? ഇല്ല, പോയി കുണ്ണാവിഷൻ. പോയെങ്കിൽ ഞാനിത് അടിക്കുവായത്, ഇപ്പൊ ഇവിടെ കത്തിക്കുവായത്. പോയെന്തോ ആണില്ലല്ലോ. അപ്പൊ അമ്പത്തൂരിന്റെയും വജീറ്റയുടെ ഒക്കെ പേരിൽ നമ്മുടെ റാൻഡം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് പരാതികളൊക്കെ പറയാൻ തുടങ്ങി. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം TV-യുടെ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ, അതായത് നമ്മുടെ TV-യിലുള്ള മറ്റു പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, പെണ്ണേഴ്സില്ലേ അത് സോൾവ് ചെയ്യും നീയൊക്കെ, എന്നിട്ട് RP കളിക്കുക, അത് കളിക്കുക, ഇത് കളിക്കുന്നു. അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് കുറേ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. ഇൻക്ലൂഡിങ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത് കോലീഡേഴ്സാണ്. കോലീഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണത് പോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാര് ആർക്ക് ഈ പറയണത് പോലെ ഫീൽ ബാഡ് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കും അത് ഇതായി തുടങ്ങി. അതായത് വേറെ ഈ വെളിയിലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് TV-യുടെ പേര്, അതായത് ഞങ്ങളോടാണ് വന്ന് പരാതി പറയണേ. അതായത് എന്നോടും സരക്കിനോടും ഒക്കെയാണ് വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഫീൽ ബാഡ് ആയി തുടങ്ങി. കുറെ വട്ടം പറഞ്ഞു ഇത് സോർട്ട് ഔട്ട് ചെയ്യ്, സോൾവ് ചെയ്യ്, നിങ്ങൾ എന്തോ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അത് ഗ്യാങ്ങിന്റെ പേരിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട വന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അവർ രണ്ടുപേരെയും S25 ഡിസ്പ്ലേ പൊട്ടി. അപ്പോ ഗൈസ് എന്റെ സാംസങ്ങിന്റെ കോൺട്രാക്ട് അവസാനിച്ചു. താങ്ക് യു വെരി മച്ച്. ഇതൊരു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം. ഇത് ഒരു ആഗ്രഹമായിരുന്നു സാംസങ്, പക്ഷേ ഇന്നത്തോടു കൂടി ഇത് അവസാനിച്ചു. താങ്ക്സ് എ ലോട്ട്.
അത് കഴിഞ്ഞു. 5 മിനിറ്റ് മുമ്പേ സംഭവിച്ചത്. അവൻ പോയി. ഒരു ദിവസം കണ്ടോട്ടെ, ഞാൻ കണ്ടോട്ടെ. സാംസങ് S25 അൾട്രാ പറയ വിടാലും പൊട്ടില്ല. എന്താമോ ഞാൻ ഇനി സാംസങ്ങിനെ പറ്റി ഒന്നും പറയത്തില്ല കേട്ടാ. ഞാൻ സത്യമായിട്ട് പറയാം, ഞാൻ സാംസങ്ങിനെ പറ്റി മോശമായിട്ട് ഒരു വാക്കുപോലും ഇനി പറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, സാംസങ് സാംസങ് എന്ന് പറയണ ഫോണില്ലേ, സാംസങ് എന്ന് പറയുന്ന ഫോണിനെ പറ്റി ഞാൻ അന്ന് ഈ ഇതുപോലെ ഇവനിരുന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ വെറുതെ അത് കൗണ്ടർ അടിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞു കേട്ടാ. എന്തോ പറഞ്ഞപ്പം വൈകുന്നേരം ആയപ്പം എല്ലാ ദിവസവും ലൈവ് വരും അണ്ണാന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരു ബ്രോ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പം നിന്നെ പറ്റി ഞാൻ ഇതൊന്നും അല്ലടാ പ്രതീക്ഷിച്ചേ. ഞാൻ 10-8 വർഷമായിട്ട് സാംസങ്ങിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ ചെയ്യാൻ ഒട്ടും പാടില്ലായിരുന്നു. ഞാൻ പറയാം, സാംസങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. ഞാൻ എന്റെ ഉടൽ തൊട്ട് ഉയിര് വരെ സാംസങ് ആണ്. എന്റെ അച്ഛനെ പോലെ ഞാൻ സാംസങ്ങിനെ കാണുന്നതാണ്. പുള്ളി മെസ്സേജ് എന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് തളർത്തിക്കളഞ്ഞ്, ഇമോഷണലി എന്നെ തളർത്തിക്കളഞ്ഞ് മാനസികമായി ഭയങ്കരമായിട്ട്. ഞാൻ ആ ബ്രോയ്ക്ക് വേണ്ടി ഞാൻ പബ്ലിക്കലി സോറി പറയുന്നു. ഇനി സാംസങ്ങിനെ ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല. ദ ബെസ്റ്റ് ഫോൺ എവർ, സാംസങ് S25 അൾട്രാ സൂപ്പർ ഫോൺ. ഡിസ്പ്ലേ ഇല്ല, അതുകൊണ്ട് ഫ്രണ്ട് കാണിക്കട്ടെ. കിടിലം ഗെയിമിംഗ് ഫോൺ. യെസ് സ്മൂത്ത് ഗെയിമിംഗ്. പ്രൊസസർ ഏതായിരുന്നു അറിയില്ല. എനിക്കറിയില്ല. എന്തിനാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്? തന്നു, ഞാൻ മേടിച്ചില്ല. ഇങ്ങനെ ഉപയോഗിക്കല്ലോ. എടാ അല്ലേ പറയട്ടെ, ഇപ്പൊ നിന്റെ ഇരുന്ന് ഈ ഫോൺ തല്ലി പൊട്ടിച്ച് താഴെ പോയെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യും അവര് പുതിയ തരും ഉറപ്പായിട്ടും. പിന്നെ ഞാൻ എടുത്തേ കോൺട്രാക്ട് ഉള്ളല്ലേ തരും. അല്ല കയ്യിൽ നിന്ന് വീണ് പൊട്ടിയെന്ന് വിചാരിച്ചോ, ഒന്നാല് തരും പുതിയ തരും. പിന്നെ ആണോ? കൺഫേം അല്ലേ? അപ്പൊ വേറെ സീനൊന്നും വരുന്നില്ല. കേസ് കാണുമ്പോ 3 മാസം ജയിലിൽ കിടക്കും. ഒരു 3 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പുതിയ ഫോൺ കിട്ടും. നോ പ്രോബ്ലം. ഇത് സംസാരിച്ചോണ്ടിരുന്ന ഇത് കൊണ്ടിരിക്കുക കേസ്. അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ടിവിയിലേക്ക് 2-3 പേരെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഈ പറയണത് പോലെ നമുക്ക് കുറച്ച് പ്ലേയേഴ്സ് ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഇനാക്റ്റീവ് ആയതുകൊണ്ട് എടാ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പം. ഹലോ കോച്ച്. യെസ് രഘുലേ അളിയാ വന്ന് എവിടെ? ഞാൻ ഇവിടെ ദുബായിലാ? സുഖമാണോ നിനക്ക്? അളിയാ പോടാ ജോക്കി ആ സുഖമാണോ ജോക്കി? എടാ അവന്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പറയടാ. ആരുടെ അടുത്താ ജോക്കി? അപ്പുറത്തിരിക്കുന്ന മയറിന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുക. എടാ എന്നെ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുവാടാ. ബ്രോ സെൻഡ് യുവർ ഗിഫ്റ്റ് അറ്റ് ഈവനിങ് ഡേ ബിഫോർ യെസ്റ്റർഡേ. വിശാൽ വിൻസെന്റ്. പോടാ ഇറങ്ങി. എന്താടാ വിശാൽ വിൻസെന്റ് ബ്രോ എന്താ ഗിഫ്റ്റ് അയച്ചേ? അറിയില്ല. അതാണ് മരണത്തിന്റെ ഫോട്ടോ. ഞാൻ സാംസങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോ വിഷമം തോന്നും. ഡാർക്ക് ബ്രോ ഞാൻ വെറുതെ തമാശക്ക് പറയണതാ. എനിക്ക് അങ്ങനെ കോൺട്രാക്ട് ഒന്നും ഇല്ല. കേരള വിഷൻ കൂടുതൽ 29 പോടാ കൊണ്ണേ ലൈവ് അവന്റെ കേരള വിഷൻ കൂടുതൽ. എടാ ആ ബോബിന്റെ അടുത്ത് ഫോൺ താഴെ വെച്ചെന്നെ ഫോൺ കട്ട് ചെയ്തെന്ന് പറയടാ. ചിരിച്ചോണ്ടിരിക്കുവാടാ അവിടെ. ജോക്കി എനിക്ക് വെക്കടാ ഞാൻ കട്ട് ചെയ്യടാ ഫോണ്. എടാ ഗൈസ് 700K അടിച്ചിരിക്കുന്നു. അങ്ങനെ ഫൈനലി അടിച്ചല്ലേ?
ജോക്കി അത്രേ ഉള്ളൂ. അടിച്ച് ജോക്കി ലൈവ് ഇടുന്നതിന് മുമ്പേ അടിച്ച്. എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു. ഈഗിൾ ബ്രോ കുഞ്ഞാക്കി സുഖമല്ലേ? സുഖമാണ്. യദു കൃഷ്ണ ബ്രോ കുഞ്ഞാക്കി സുഖമല്ലേ എന്ന് മാത്രമായിട്ട് ചോദിക്കരുത്. ചോദിക്കുമ്പോ അവക്കൂടെ സുഖമല്ലേ ചോദിക്കണം. ഭയങ്കര ഈഗോണ്. പറയാം കേട്ടാ, ഭയങ്കര സീനാണ്. അപ്പൊ ജോക്കി ബ്രോ പറഞ്ഞത് 5090 വെച്ച് ഫസ്റ്റ് ലൈവ് ക്രാഷ് ആയിരുന്നു. എടാ വിശക്കുരുവി, നിന്റെ നാക്കിറങ്ങി പോടാ ഗോവിന്ദ സഞ്ജീവേ. ആര് എന്റെ അടുത്താണോ? അല്ല നിന്റെ അടുത്തല്ലേ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടോ അല്ല കൺഗ്രാറ്റ്സ് അണ്ണാ, കൺഗ്രാറ്റ്സ്. താങ്ക്യൂടാ. ഭായ നിന്നെ അല്ലട്ടോ മോനെ. ആണല്ലേ? ലൈവ് ക്രാഷ് ആയതിന്റെ റീസൺ 5090 അല്ലടാ. ഇത് ഡ്രോപ്ഡ് ഫ്രെയിംസ് കാണിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇത് കണ്ടാ വിശക്കുരുവികൾ അങ്ങനെ പറഞ്ഞതാടാ ഈകളെ. അല്ല ജോക്കി, ഇതാ പറഞ്ഞ ഇത് ലൈവ് ക്രാഷ് ആയതിന്റെ റീസൺ ഇതാണ്. ഇത് കണ്ട ഡ്രോപ്ഡ് ഫ്രെയിംസ് ഓവർ 46% നെറ്റ് ഷോകാണ് ഇവിടെ. എടാ എങ്ങനെയുണ്ട് 5090? നൈസ് ആണോ ജോക്കി? വാലറന്റ് ഓഫ്ലൈനില് 1100 FPS. 1100. അല്ലാതെ ഞാൻ നോക്കിയില്ല ലൈവ് കളിച്ചു. എടാ നീ ഇതൊന്നും നോക്കടാ, എൽഡൻ റിംഗ് റേ ട്രേസിംഗ് ഓൺ ചെയ്യണം. ജസ്റ്റ് ഒന്ന് എൽഡൻ റിംഗ് ഞാൻ ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല ജോക്കി. PC ഇന്ന് ഓൺ ആക്കണം ജോക്കി. ഇന്ന് PC ഓൺ ആക്കണം. PUBG 630 FPS അൾട്രയില്. 630 ഫുൾ ഗ്രാഫിക്സിലാ. ഓഫ്ലൈൻ 50K വാച്ചിങ്. പിന്നല്ല ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ലൈക്ക് അടിക്കാം. 10,000 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. 15,000 പേര് വാച്ചിങ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ പറയാണ്, ഇത് ശരിക്കും ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള റിഗ് ആണ്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രോ ജസ്റ്റ് ബിൽഡ് 5090 ഫോർ പ്ലേയിങ് RP എന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആദ്യം കളിക്കുന്നത്, ഇന്ന് RP കയറിയിട്ട് ഞാൻ ആദ്യം കളിച്ച് തീർക്കാൻ ആദ്യം കളിക്കാൻ പോണത് എൽഡൻ റിംഗ് ആയിരിക്കും. എൽഡൻ റിംഗ് നമ്മൾ കളിച്ച് തീർക്കാൻ പോവാണ്. എൽഡൻ റിംഗ് എന്തായാലും റേ ട്രേസിംഗ് ഓൺ ആക്കി ഞാൻ ലൈവ് ചെയ്യാൻ പോവാ. അപ്പോൾ എൽഡൻ റിംഗ് അറിയാവുന്ന ഒരു പയ്യനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവൻ VC-യിൽ വരും. അത് പിന്നെ ഈ ഫുണ്ടച്ചിയുടെ VC വിളിക്കാം, രഘുലിനെയും കൂടെ. എന്നിട്ട് നമുക്ക് ഇരുന്ന് ബ്ലാക്ക് മിത്ത് വെക്കാൻ തീർത്തതുപോലെ എൽഡൻ റിംഗ് അങ്ങ് തീർക്കാം. അസാസിനെ വെൽക്കം സ്ട്രീം. എന്തല്ലേ തമാശ പറയണ? എന്താ കളിയാ? മൂക്കൂത്തി കേട്ടോ മൈരൻ, മൂക്കുത്തി മൈരൻ. മുക്കുത്തിയാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേര് മാറ്റാൻ പോണേ. അങ്ങനെ അളിയ ഇത് തീർക്കോ ഗെയിം? ഞാൻ തീർക്കോളി. അളിയ എന്റെ കൂടെ പറ്റിയത് കളിക്കൂല്ലേ നീ? ഓ നമ്മള് അതെ അത്രേ ഉള്ളു. ടുഡേ കളിക്കോ ബ്രോ? ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം ബ്രോ. ഇന്നാ PC ഓൺ ആക്കുന്നത്. സത്യസന്ധമായിട്ട് പറയാണല്ലോ, ഇന്നാണ് PC ഓണാക്കി കുറച്ച് നേരം ഇതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോ കുറച്ച് ഇവന്റ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നതുകൊണ്ട് അതിന്റെ പുറകെ ആയിരുന്നു കുറച്ച് നാള്. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇതാക്കി വന്നതേ ഉള്ളൂ. എടാ അപ്പൊ നമുക്ക് RP കയറാം. എല്ലാരും വാ, സിറ്റി വാ. അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റ്സ് അങ്ങ് അനൗൺസ് ചെയ്യാം. ആണ്ടാ അവന് വല്ല തൈര് എല്ലാം കലക്കിക്കോട്. ഗോഡ് ഗെയിമിംഗ് $25. അളിയ അവൻ ചിരിച്ചോണ്ടിരിക്കുന്ന അളിയ. ഫോൺ വിളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ വീട്ടിലെത്തി. ജിഷ്ണു ബ്രോ അല്ലേ? എനിക്ക് മിസ് യു. ഇന്നലെ ഗൈസ് നിങ്ങളുടെ കൂട്ടത്തില് ലൈവ് കണ്ടോണ്ടിരുന്ന ഒരു പുള്ളിയാണ് ഈ ഗ്രൂം ബൈ ജിഷ്ണു എന്ന് പറയണം. ചുമ്മാ ഒരു ദിവസം ഇവിടെ മെസ്സേജ് ഇട്ടതാണ്. എന്റെ കൂടെ എല്ലാ കോൺസേർട്സിനും വന്ന് എനിക്ക് ഹെയറും സെറ്റ് ചെയ്ത് തന്ന് എല്ലാം ഒരു ചേട്ടൻ എന്റെ ബോഡി ഗാർഡായിട്ട് ആക്റ്റീവ് ആയിരുന്നു സത്യം പറഞ്ഞ പുള്ളി. ഇവന്റ്സിൽ മൊത്തം അതേപോലെ. ജിഷ്ണു ബ്രോ അതെനിക്ക് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു ജോക്കി. പുള്ളി എത്ര നാളായിട്ട് ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നു. നീ 700K കൺഗ്രാറ്റ്സ് ഈഗിൾ ബ്രോ, കൺഗ്രാറ്റ്സ്. ഓ എവിടെയാണ്? വരുന്നില്ലേ? ഓ ഞാൻ എത്തി. ഇതെന്താ സ്നൈപ്പിന്റെ എന്തോ ഇത് സ്പാം ചെയ്യണേ? മനസ്സിലാവണില്ലടാ. എന്താടാ സ്നൈപ്പിന്റെ എന്താ പറയണേ? ഞാൻ നീ ഗെയിം കളിച്ചോ തീർക്കുമെന്ന് പറയല്ലേന്ന് ജോക്കർ ബ്രോ. എന്റെ ചേട്ടനും സെയിം ഡേ ബേബി ബോയ് ഉണ്ടായി, ലിയോ ദേവ്. അയ്യോ കൺഗ്രാറ്റ്സ് പറഞ്ഞേരെ ബ്രോ.
ബ്രോ എനിക്ക് ഒരു കാര്യം സംസാരിക്കണ്ട കേട്ടാ. ആ പറഞ്ഞു ടിവിയിലെ 3 കുട്ടികളും മാർച്ചിലാണല്ലോ ജനിച്ചിരിക്കുന്നത്. ഇത് എന്തോ ഒരു ആണല്ലേ, 3 പേരും മാർച്ചിലാണല്ലേ? 3 പേരും മാർച്ചിലാണ്. കണ്ണൻ ചേട്ടത്, ഈഗിൾ ബ്രോയുടേത്, എന്റേത്. ഇതിപ്പോ ഏത് മാസം ഏതോ ഒരു കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാറ്റിന്റെ ഒന്നുമല്ല, എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. കാറ്റാ. ഒരുപാട് നാൾ കാറ്റായിരുന്നു എന്നൊക്കെ. 40 രൂപ സൂപ്പർ ചാറ്റ്. മോനെ നിനക്ക് എന്താടാ പറ്റിയത്? ഐശു പോയി അവൻ. മരുന്നെല്ലാം കൂടെ ശരിയാക്കാൻ പറ്റുമോ? നാളെ എക്സാം ആണ്, എന്ത് ചെയ്യും? നാളെ എക്സാം ആണ്, എന്ത് ചെയ്യുമെന്ന് നീ ഒരു കാര്യം ചെയ്യും. നാളെ പോയി എക്സാം ഹോളിൽ വരുന്ന സാറിനോട് ചോദിക്കും, സാറേ ഇന്ന് പരീക്ഷയാ, ഞാൻ എന്ത് ചെയ്യും? കൊട്ട കുത്തി കറങ്ങട്ടെ എന്ന് ചോദിക്കും. എടാ രാത്രി നാളെ പരീക്ഷയാണ്, 10:22 നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം. ആൾക്കാരെയും മറന്നിരിക്കുന്ന വാക്കുകളൊക്കെ എടുത്തിട്ട് വീണ്ടും അല്ലേ പോയി പഠിക്കണം, മനസ്സിലായോ ഷാവിലെ? ഇവന്മാര് മറന്നിരിക്കുന്ന വാക്കുകളൊക്കെ വീണ്ടും എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് എടാ ഞാനൊരു കാര്യം പറയട്ടെ, അത് കേൾക്കുമ്പോ എനിക്ക് ട്രിഗർ ആവത്തില്ല. കാരണം എനിക്ക് സാമാനം ഉണ്ട്. സാമാനം ഇല്ലാത്തവന്മാരൊക്കെ പറഞ്ഞോട്ടെ. കോഹ്ലിഡറിനെ കുറിച്ച് 2 വാക്ക്. മെയിൻ കോഹ്ലി ഇന്ന് അനൗൺസ്മെന്റിൽ അതും പറയുന്നുണ്ട് സിജിൻ ബ്രോ. വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ 2 വാക്ക് പറയാം. ഇന്ന് ആക്ച്വലി ഒരു പുതിയ ഒരാളെ കോഹ്ലിഡർ ആക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. അത് റിവീലാണ് എനിക്കൊരു വിഷയം. നിനക്ക് എനിക്കൊരു അത് ഭവിഷ്യനൊക്കെ ഞാനിതൊട്ട് ആക്റ്റീവ് ആണ്. ശരിയല്ല. ഞാൻ നിന്നോളാം കേട്ടടാ മയിരേ. കറക്റ്റ് അല്ലത്. എന്ത് കേക്കട്ടെ? അടിയവനാ. ഹെഡ്സെറ്റ് ഇപ്പോഴും ഒന്നുകൂടെ പറഞ്ഞാ കേക്കട്ടെ. ഇവർക്ക് ഇരിക്കുമ്പോഴേ ആ. ഞാനാവണത് അത്ര ശരിയല്ല. അത് റിവീൽ ചെയ്യണ്ട ഇപ്പൊ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി അത്. അടിയളിയാ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എന്തായാലും ഇന്നിപ്പോ അതൊക്കെ കൺവിൻസ് ചെയ്ത് എന്നിട്ട് മതി. മതി. നീ എത്ര ദിവസം RP കയറിയിട്ട്? 1 year. 1 year. 1 year. Yes, yes. എന്നിട്ട് 5 ദിവസം കയറി. 365 5 ദിവസം കയറി. ഒരു cool. 5 days. എന്റെ വാല്യബിൾ 5 days കയറി. ബാക്കി 360. അല്ല അതൊക്കെ പോട്ടെ. ബ്രോ ഗാങ് ലിസ്റ്റിൽ ഉണ്ടോ ചോദിക്കും. ഗാങ് ലിസ്റ്റിൽ പേരുണ്ടോ ചോദിക്കും. ഗ്യാങ് ലിസ്റ്റിലുണ്ടോ? No. നോ. No. ബെഞ്ചിന് ഡയറക്റ്റ് പോലും ഇതുവരെ ടിവിയിൽ ചെയ്യാത്തൊരു സംഭവമായിരിക്കും. പിന്നെ ആൾക്കാരൊക്കെ ഞെട്ടും. സത്യം. ബെഞ്ചിൽ നേരെ കോഹ്ലിഡർ എന്ന് പറയുമ്പോൾ that's cool. ഭയങ്കര പ്രശ്നമാണത്. ആൾക്കാരൊക്കെ സഡൻ ആയിട്ട് ഇത് ഇല്ലടാ, അത് മെന്റലി അഡാപ്റ്റീവ് അല്ല. നമ്മള് കാണുന്നവരും ഞാനും നീ അടക്കം ഞാൻ ഒട്ടും അത് നമുക്ക് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റീവ് ആവല്ലോ അതിനോട്. അതുകൊണ്ട് പറ്റൂല. പ്ലീസ് ദയവേത്. ഈഗിൾ ചേട്ടാ, ഫസ്റ്റ്ലി കൺഗ്രാറ്റ്സ് ആൻഡ് എൽഡൻ റിംഗ് കളിക്കണേൽ മേക്ക് ഷുവർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോഡ് ഓഫ് എൽഡൻ റിംഗ്. ഹോപ്പ് യു എൻജോയ് ദ ഗെയിം ബ്രോ. സഫിയർ എക്സ്പ്ലൈ ബ്രോ അറിയാമെങ്കിൽ എന്റെ ബോബിനോ അല്ലെങ്കിൽ നമ്മുടെ മോഡറേറ്റേഴ്സ് ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് വന്ന് എൻ്റെ കൂടെ ഡിസ്കോഡ് ചെയ്ത് സംസാരിച്ചാൽ മതി. പൂമുത്തോളെ എന്ന പാട്ട് പാടുമോ പ്ലീസ് ബ്രോ? ഇപ്പൊ പാട്ട് പാടിയാൽ ശരിയാവില്ല, ഞാൻ ഫുൾ പാട്ടാണ് ഇപ്പൊ. നിങ്ങൾക്കറിയോ, നേരെ ഇന്ന് സ്ട്രീം ഓൺ ആക്കി വെച്ചിട്ടേ ഞാൻ ഈ മൈക്കിന്റെ മൂട്ടി വന്നിട്ട് ചെക്ക് 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ. മെമ്മറിയെ പോയി. ഞാനിപ്പോ അങ്ങനെയാണ് ജീവിക്കണം. അതുകൊണ്ട് പാട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പറക്കാം. ചിണ്ടാപ്പിയെ കുഞ്ഞോവയ്ക്ക് സുഖമല്ലേ? ആർട്ടിഫിക്സ് ഒക്കെ ഇന്റർവ്യൂ മേടിച്ച് നീ അങ്ങ് വരണം. എന്നാ സത്യം പറഞ്ഞ ജവാൻ അല്ലേ അടിച്ചേ? ജവാൻ അല്ലടാ, നീ ഏതാ അടിച്ചത്? അറിയില്ല. MGM സ്കൂളല്ലേ? സ്കൂളൊന്നും അല്ല, ഏതോ പട്ടി ഓടിക്കാ. Day before yesterday at 6 PM I came to see you at your home. Send a gift for your baby to your dad, but can't see you. I came around. Can I see tomorrow please? അയ്യോ, വിശാൽ ബ്രോ ആണല്ലേ വീട്ടിൽ കുഞ്ഞിന്റെ അത് കൊണ്ടു കൊടുത്തിട്ട് പോയത്. വിശാൽ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ മറ്റേ ഒരു ഇവന്റിന് പോയേക്കുമായിരുന്നു. ഞാൻ അതാണ് കാണാൻ പറ്റാഞ്ഞത്. ഉറപ്പായിട്ടും കാണാം, അടുത്ത ദിവസം കാണാം. അപ്പൊ ഈ വട്ടത്തെ റിക്രൂട്ട്മെന്റ് അനൗൺസ്മെന്റുകൾക്ക് ചില വ്യത്യാസങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ ഒരുപാടുണ്ട്. നീ പോടാ കുണ്ണെ. എടാ നിന്റെ പാട്ട് എന്ന് ഇറങ്ങൂടാ? പെട്ടെന്ന് ഇറങ്ങാം. എവിടോട്ട്? യൂട്യൂബ്, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, എനിവെയർ. സർപ്രൈസ് ആയിരിക്കും. ടീച്ചറും ട്രെയിലർ പോലെ. ബ്രോ, ബൈ മിസ്റ്റേക്ക് ഈഗിൾ ഗെയിമിംഗ് സെർവറിൽ തെറി യൂസ് ആക്കുന്ന പേഴ്സണൽ ഓവോട്ട് തന്നെ ബാൻ. ബൈ മിസ്റ്റേക്ക് ഞാൻ ഈഗിൾ ഗെയിമിംഗ് സെർവറിൽ തെറി യൂസ് ആക്കി.
പേഴ്സൺ അല്ല ഓവർബോട്ടിന് മാറ്റാൻ പറ്റുമോ ആദ്യം ബ്രോ ഇവിടെ ബാൻഡ് ആയത് ഇവിടുത്തെ ബാൻഡ് ഒറ്റ കീവേഡ് അതായിരിക്കും ചിലപ്പോ കൊട്ടായത് നീ അത് പറഞ്ഞോണ്ടായിരിക്കും നിനക്ക് ബാൻ കൊട്ടേനെ വിളിച്ചതാ, കൊട്ടേനെ. എന്നിട്ട് നീ എന്നെ കൊണ്ട് തന്നെ നിന്റെ ബാൻ മാറ്റിക്കാന്ന് പറഞ്ഞ അപ്പൊ ഇൻഡയറക്റ്റ് തന്നെ കൊട്ടേനെ വിളിച്ച മനസ്സിലായ